ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് പ്രിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിക്കും നമ്മുടെ ചോറിനും കപ്പയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല തേങ്ങ അരച്ച് വെച്ച മത്തി കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ഇതിനെ വെട്ടി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പൊ നമ്മുടെ മീൻ ഇവിടെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ കുറച്ച് കുടംപുളി എടുത്തിട്ടുണ്ട്, നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഈ കുടംപുളി നമ്മൾ ഈ ചൂട് വെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പൊ ഞാനിവിടെ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഒരു പൂക്കളമായിട്ട് ഇങ്ങനെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം പറഞ്ഞു തരാം എന്തൊക്കെയാന്ന്. ഓക്കെ, മെയിൻ ഇൻഗ്രീഡിയൻറ്റിന് തുടങ്ങാം. നമ്മുടെ മെയിൻ സാധനം മത്തി, പിന്നെ നമ്മളുടെ ഉലുവ, ഉപ്പ് പൊടിയേക്കാളും നല്ല കുറച്ച് ഉപ്പ് കല്ലിടുന്നതാണ്. ഈ തേങ്ങ നമുക്ക് അരച്ചെടുക്കാനുള്ളതാട്ടോ, ഇങ്ങനെ ഇടില്ല. ഇത് കടുക്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും കൂടി ചതച്ചത്. ഇത് നമ്മുടെ കറിവേപ്പില, കുറച്ച് ചെറിയുള്ളിയാണ്. വലിയുള്ളി എടുത്തിട്ട് കുറച്ച് മധുര ചുവ വരുന്നതുകൊണ്ട് ചെറിയുള്ളി എടുത്തതാ. അത് കുറച്ച് മതി കേട്ടോ, അധികമൊക്കെ ഉള്ളിയുടെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മധുര ചുവ വരും. പിന്നെ ഇതാ നമ്മുടെ മല്ലിപ്പൊടി കാണുമ്പോൾ ആരും വിചാരിക്കരുത് ഇതുപോലെ എന്തായി ഉണ്ടാക്കുന്നതെന്ന്. മല്ലിപ്പൊടി നുള്ളി ഇടാറുള്ളൂ, അത് ഇട്ടില്ല ഒരു സമാധാനം ഇല്ലേ. ഇത് നമ്മുടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഇത് മഞ്ഞൾപ്പൊടി, എണ്ണ, നമ്മുടെ കുടംപുളി എടുത്ത് ചൂടുവെള്ളത്തിലാക്കി വെച്ചത്. അപ്പൊ ഇത്രയും സാധനമാണ് നമ്മുടെ മീൻകറിയിലേക്ക് നമുക്ക് ആവശ്യം. ആദ്യം പോയിട്ട് ഞാൻ ആ തേങ്ങ ഒന്ന് അരച്ചുകൊണ്ട് വരാം, എന്നിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയിലകത്തേക്ക് ഞാൻ പിന്നെ അരയ്ക്കാൻ വേണ്ടി ആഡ് ചെയ്തത് ഒന്നുമില്ല, തേങ്ങ മാത്രമേ അരച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു മത്തിക്കറിയാണ്. അപ്പൊ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഈ മീനുകളെല്ലാം ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അത് വലുപ്പത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മുളകും ഉപ്പും എരിവൊന്നും നന്നായിട്ട് അങ്ങ് പിടിക്കില്ല. പിന്നെ ഏത് മീൻകറി അരച്ചാലും അത് പിറ്റേ ദിവസം കൂട്ടാനാണ് അട്ടാറ് ടേസ്റ്റ്. അന്ന് തന്നെ കൂട്ടുമ്പോൾ നമുക്ക് അപ്പം തന്നെ കൂട്ടില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു രുചിയൊന്നും തോന്നിയിട്ടില്ല. ചില ദിവസം കൂട്ടാനൊരു ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് മീൻകറി ഉണ്ടാക്കി തുടങ്ങാം. ഞാന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്, തീ കത്തിച്ചു. ഇംഗ്ലീഷ് ഒക്കെ പറയുമ്പോൾ വിചാരിക്കും ഭയങ്കര ജാടയാണ്, അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ നമ്മുടെ മലയാളം മതി. ഓക്കെ, അപ്പൊ ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ആദ്യമായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പം പാത്രം ചൂടായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇനി ഞാൻ എണ്ണ ഒഴിക്കാൻ പോവാം. മീൻകറിക്ക് സാധാരണ എത്ര എണ്ണയുണ്ടോ അത്രയും നല്ലത്, പക്ഷെ ഓവറാവല്. എന്നാലും നമുക്കൊരു കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചാൽ മതി. നമുക്ക് ഉലുവയും കടുകും ഇട്ട് ആദ്യം പൊട്ടിക്കണം. അപ്പൊ ഞാൻ എപ്പോൾ ഇതിനകത്ത് ഒരു 10 പേര് എന്തെങ്കിലും പുറത്തു പോകും. അപ്പൊ നമ്മൾ ഈ സാധാരണ കടുകിടുമ്പോൾ എനിക്ക് തോന്നുന്നു അത് കൂടി കൂട്ടി വേണം കുറച്ച് കടുകിടാൻ. ഇവന്മാരെ കൂടി തെറിച്ച് പുറത്തോട്ട് പോവാം. അപ്പൊ കടുകൊക്കെ പൊട്ടി ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക. ഈ ഒട്ടും കൂട്ടിയിടരുത് കേട്ടോ, വേഗം കരിഞ്ഞു പോകും. ഒന്നാമതെ എല്ലാ സാധനങ്ങളും കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ നമ്മള്, അപ്പൊ വേഗം കരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ സിമ്മില് തുള്ളി അത്രയും മീഡിയത്തിൽ സിമ്മിന് ഇടയ്ക്കെന്ന് പറയാനും പറ്റില്ല, അത്രയും ഒരു ഇതിലെ നമ്മൾ ആ തീയ ഇടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇടാൻ പോവാണ്. നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ചെറിയുള്ളിയും പൊടി ആഡ് ചെയ്യട്ടെ. ഒരു തുള്ളി മതി കേട്ടോ, അത് മീന് മഞ്ഞ കളറായിരിക്കും. വരുമ്പോൾ വേണം നമുക്ക് മൂക്കാനൊന്നും ഇല്ല, വലിയ പൊടി എടുത്തിട്ടുള്ളൂ. വേഗം തന്നെ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ആഡ് ചെയ്താൽ പിന്നെ വറുത്തെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. കാശ്മീരി ആയതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല, അപ്പം അത് ഞാൻ ചേർക്കാൻ പോവാണ്. മുളക് പൊടി വേഗം കരിഞ്ഞു പോവും, അതുകൊണ്ട് നമ്മൾ വേഗം ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇനി ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച ചൂടുവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഒരു ചെറിയൊരു തനി റെഡ് കളർ മാറിയിട്ട് ഒരു ചെറിയൊരു, അപ്പം ഇതിനകത്തേക്ക്
പുളിവെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ കുടംപുളി വെള്ളം ഒഴിച്ചു. ആ കുടംപുളി കൂടി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഇനി നമ്മൾ ഇതൊന്ന് ചെറുതായി ചൂടായി കഴിയുമ്പോൾ, കാരണം വെച്ചാൽ അധികം പച്ചവെള്ളം ഒഴിച്ചിട്ട് ആ മുളക് പൊടി ചൂടാക്കാൻ നിൽക്കരുത്. ഇതിൽ കിടന്ന് കുറച്ച് മുളക് പൊടി ചൂടായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം, നമ്മൾ മീൻ വേവേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ മത്തിക്കൊന്നും അധികം വേവില്ല കേട്ടോ. ഷൂ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് വെന്ത് കിട്ടും നമുക്ക്. അപ്പം ഇതൊന്ന് ഈ ചൂടുവെള്ളത്തിൽ, നമ്മുടെ പുളിവെള്ളം ചൂടായിരുന്നല്ലോ, അപ്പം അതിനകത്ത് കിടന്നിട്ട് നമുക്കൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് മാത്രം ആവശ്യത്തിന് നമ്മൾ വെള്ളം എടുത്ത് നമുക്ക് ഒഴിക്കാം. നമ്മുടെ മീൻ വേവേണ്ട ആവശ്യത്തിന് വെള്ളം. ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കുടംപുളി ഇട്ടിട്ട് അധികം നേരം ഉപ്പിടാതിരിക്കരുത്, ഉളുമ്പ് ചോദിക്കുന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്, അറിഞ്ഞൂടാ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ മീനിനെ പിറക്കി ഇടാൻ പോവാണ്. ഇനിയും വച്ചിട്ടുണ്ട്, പിന്നെ മീൻ വേകാനുള്ള വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിതാ ഇടുകയാണ്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അധികം ചാറ് വെക്കാത്തതിന് ഒരു കാരണം കൂടി ഉണ്ട്. അതായത് നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി എന്തായാലും ആഡ് ചെയ്യും. അപ്പം പിന്നെ വല്ലാണ്ട് ലൂസായി പോയില്ലേ. നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. നമ്മളുടെ മീനെ അധികം ഇളക്കി പൊടിക്കാൻ നിൽക്കണ്ട. നമ്മൾ ജസ്റ്റ് സൈഡിൽ നിന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പം നമ്മൾ മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു പുളി എടുത്ത് മാറ്റാൻ പോവാം. ഇതിനെ കൊണ്ട് ഭയങ്കര തൊന്തരവ്, കുറച്ച് പുളി ഓവറാണോ എന്നൊരു സംശയം. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയാണ്, തേങ്ങ അരച്ച് വെച്ചതാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂടുവെള്ളമാണ് കെറ്റിൽ വെച്ചേക്കണേ. ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചാൽ പിന്നെ അതിനൊരു രുചി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇടയ്ക്കൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി